എടി എന്തേ? പിന്നെ ഇന്ന് സാജിത വരുന്നുണ്ട്. ഓൾക്ക് വിളിച്ചിരുന്നു. ഞാൻ എന്നോട് പറയാൻ മറന്നതാണ്. എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിരിക്കണത്? ഓള് ഇങ്ങോട്ട് ഇല്ലാതെ വേറെ എവിടേക്ക് വരിക? അപ്പൊ ഇന്ന് മരിച്ചതിന് ശേഷം ആ പാവം ഇങ്ങോട്ട് വന്നിട്ടില്ല. അതെങ്ങനെ വരിക? ഇതല്ല എന്റെ സ്വഭാവം. നിങ്ങളെ പെങ്ങള് വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടേ ഇന്റെ സ്വഭാവം മാറ്റാനൊന്നും ഇന്നെ കൊണ്ട് പറ്റൂല. എന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഓ, ഒരു പെങ്ങളെ സ്നേഹം നിക്കൊന്നും വെച്ച ഓൾക്ക് ഒരുക്കി കൊടുക്കാൻ. ഞാൻ ഓളെ വേലക്കാരത്തിയല്ലേ. തള്ളി നന്ദിയും പോയപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ കേച്ചിലായി. അല്ല, ആരപ്പത്? ഇതെന്തോന്ന് വിളിച്ചാരവും ചെയ്യാതെ വന്നിക്കണ്? ഇക്കാക്ക് വിളിച്ചീന്നോ? എന്നാലേ അന്റെ ആങ്ങള എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിക്കണെന്നുണ്ടെങ്കിൽ എന്തേലൊക്കെ ചായക്ക് അടിക്കലും കൊടുന്ന് വെച്ചീന്നു. ഇതിപ്പോ ഒന്നുമില്ല ഈ പേരന്റെ ഉള്ളില്. എന്നാ ചിരിക്കിട്ടോ, എനിക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട്. ആ, ഈ വന്നോ? ഈ എപ്പോഴാ വന്ന്? കുട്ടി എവിടെ? ഇജെന്തോ ഓനെ കൊണ്ടുവഞ്ഞ്? പിന്നെ നാട്ടും വന്നിട്ട് അവിടെ പിന്നെ ഓരോ കുട്ടികളൊപ്പം കളിക്കുന്നു. ഞാൻ വിധാനം ചെയ്തു പറഞ്ഞു. ഓനെ ഞാൻ പോയിട്ട് കൊണ്ടുവരാം. ഇന്ന് പോണ്ട, നാളെ പോവാം. അളിയന് ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട്. അതൊന്നും വേണ്ട. അതെങ്ങനെയാ ശരിയാവുക? ഓള് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുക? ആ പ്രായമായിട്ടുള്ള ഒരു ഉമ്മയാണ് ഓർക്കുള്ളത്. അതിന്റെ കാര്യമൊക്കെ ആകെ കുഴപ്പത്തിലാവൂലേ? അതിനല്ലേ നാത്തും വന്നിക്കണെന്ന് പറഞ്ഞത്. ഓള് നോക്കിക്കോളൂല്ലോ ഓളമ്മാനെ. ഒന്ന് കുറച്ച് ദിവസം ഓൽക്കൊക്കെ നോക്കാലോ. ഇവള് എന്ന് ഇങ്ങോട്ട് വന്നതാന്നുള്ളത് ഓൽക്കും അറിയാലോ. മനുഷ്യൻ ഇത്ര ഒരു പെങ്ങളെ സ്നേഹമുള്ള ഒരാളോ. ഈയേ ചായ കുടിച്ചിരിക്കണ വന്നിട്ട്? അതെന്താ ഈ കുടിക്കാത്തത്? ഞാൻ ഈ വരുന്ന് വിചാരിച്ചിട്ടേ ചായ കടിക്കൊക്കെ കൊടുന്നിക്കണല്ലോ. എന്നിട്ട് ഇതുവരെ കുടിച്ചിട്ടില്ല. എന്താടി ഓൾക്ക് ചായ കൊടുക്കാത്തത്? അത് പിന്നെ ഞാനേ പറഞ്ഞു ചായ വേണ്ട, അത് ഇങ്ങോട്ട് കുറെ വന്നാൽ ഞാൻ നീ വന്നിട്ട് കുടിക്കാന്ന് വിചാരിച്ചു. ആ, എന്നാലേ ഈ ഇരിക്കട്ടെ, ഞാനൊന്ന് കുളിക്കട്ടെ, എന്നിട്ട് വരാം. എടി കുഞ്ഞുമ്മ, എന്താ എനിക്ക് പണി? എന്താ മളെ, ഞാനേ വിറകൊക്കെ എടുത്തൊക്കെയായിന്ന്. അല്ലടി, അന്റെ നാത്തൂൻ വരുന്നുണ്ടല്ലോ. ഞാൻ അവിടുന്ന് നോക്കിയപ്പോ അവിടുന്ന് ഇങ്ങനെ നടന്നേരുന്നേ. ആ, ഓള് വന്നിക്കണ്. അതന്നെ ഇപ്പൊ പറഞ്ഞത്. തന്റെയും തള്ളിയും ചത്തപ്പോ വിചാരിച്ച് ഞാൻ കേച്ചിലായി. അപ്പൊ അതാ പെങ്ങളും വന്നിക്കണ്. പെങ്ങളെ വിളിച്ചു വരുത്തിയതാണ്. എന്തായാലേ നിക്കാനൊന്നും സമ്മതിക്കണ്ട. ഞാൻ അനക്കൊരു വഴി അറിഞ്ഞുതരാം. അപ്പൊ എന്റെ നാത്തൂനൊക്കെ അങ്ങനെ ഒഴിവാക്കിയത്. നിക്കാനൊന്നും എന്തായാലും ഇപ്പൊ ഞാൻ പറയൂല. അവിടെ അതേപോലെ തന്നെയായിന്ന്. തന്റെയും തള്ളിയും മരിച്ചതിന് ശേഷം പിന്നെ എന്നും നാത്തൂമാര് വരില്ല. അവസാനം എന്റെ അമ്മ പറഞ്ഞന്നൊരു ഐഡിയ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇജെന്തായാലേ പണിയോള് കഴിഞ്ഞിട്ടാണ്ട് വായട്ടോ. ഇനി പോള് ഇന്നെ കാണണ്ട. ആ, എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉപയോഗിക്കാതെ ഇപ്പൊ അത് നടക്കൂല. ഞാൻ എന്തായാലും അവിടെ വരാം. ആ, എന്നാ ആയിക്കോട്ടെ.
നിങ്ങളെ കുളി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അല്ല, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ നിങ്ങളെ പെങ്ങളെ ഇങ്ങനെ വിളിച്ചെത്തിക്കണത്? ഇവിടെ ആര് നോക്കൂച്ചിട്ടാ? നിങ്ങൾക്ക് 2 മക്കള് വളർന്നു വരുന്നുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടായിക്കോട്ടെ. ഒന്ന് പതുക്കെ പറഞ്ഞ ഓള് കേക്കും. എപ്പോഴും ഈ പെങ്ങള് പറഞ്ഞോട് നടന്നോളിങ്ങോട്ട്. പാപ്പി ഉമ്മി മരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇനി പോള ശല്യം ഉണ്ടാവൂലല്ലോ. ഇതിപ്പോ അങ്ങനെയല്ല, ആങ്ങളായിട്ട് തന്നെ വിളിച്ചു വരുത്തുന്നു. ആ വിളിക്കണ നിങ്ങളെ പെങ്ങള്, ചെന്നോക്കി. ആ എന്തിയെ? എന്താടി? ഞാനേ ഫോട്ടോ പോവേ? അത് കുട്ടിയെ കുറിച്ച് നല്ല കാര്യമുണ്ട്. അപ്പൊ ഇന്നോട് അത് വേറെ ചെല്ലാന് എന്തായാലും ഞാൻ പോവാൻ നോക്കട്ടെ. പിന്നെ താത്ത, ഇനി ഒരിക്കലും ഞാൻ ഇതൊക്കെ ശല്യമായിട്ട് വരുന്നില്ല. നിങ്ങൾ നിങ്ങളെ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിച്ചു. ഞാൻ കാരണം നിങ്ങളെ എന്തെങ്കിലും പ്രശ്നമൊന്നും കാണാം. ഞാൻ പോകുക. പിന്നെ ഈ ഇടയ്ക്ക് ഇതൊക്കെ കാണാൻ വരുന്നുണ്ടോ? സീരിയലൊക്കെ വേറെ ആരുമില്ല. ഇതൊക്കെ വരാനും പോകാനില്ല. ഇപ്പൊ ഉണ്ടായിരുന്നു വന്നു. അപ്പൊ ആരുമില്ല വരാൻ. ഞാൻ വേഗം വന്നത് എന്താന്ന് വെച്ചാല് അന്ന് കൊറേ അതിനെ കണ്ടിട്ട് സീരിയല്ലാത്ത വേറെ ആരുമില്ലല്ലോ. അപ്പൊ വേഗം വന്നതാണ്. ഞാൻ വിചാരിച്ചു ഇതോടെ എല്ലാവരും കേൾക്കാനും പിന്നെ തെറ്റിദ്ധാരണയും നടക്കാറുണ്ട്. എന്തായാലും ഞാൻ പോകട്ടെ. പോയിട്ട് താത്ത. പിന്നെ അണക്ക് ഒറ്റക്ക് ജീവിക്കാനല്ല ഇഷ്ടം. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്തായാലേ ഓള് വരൂല. അങ്ങനെ എന്തായാലും ഈ ആക്കി തീർത്തല്ലോ. ഇനി ഞാനൊരു കാര്യം പറയാം. ഇനി എന്റെ പെരക്കാരും ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഈ ഒറ്റക്ക് തന്നെ മതി ട്ടോ. ഇനി ഞാൻ പറയണത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ.